Welcome to MAPRA YouTube News. എല്ലാവർക്കും സ്വാഗതം മാപ്ര യൂട്യൂബ് മലയാളം ചാനലിലേക്ക്. പുതിയ വാർത്തകളും വിശകലനങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളോടൊപ്പം തുടരൂ. ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയുടെ തുടർച്ച പോലെയാണ് ഹൈക്കോടതി നിരീക്ഷണത്തിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിലുണ്ടായത്. ഹൈക്കോടതി പ്രത്യേകമായ കണക്ക് സൂക്ഷിക്കണം എന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും കോടികളുടെ കൊള്ളയാണ് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ നടന്നത്. ഇപ്പോൾ ഗവൺമെൻറ് അതിൽ നിന്ന് കൈയൊഴിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. കൈ കഴുകി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ദേവസ്വം മന്ത്രി ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പടം വെച്ചുകൊണ്ട് കേരളം മുഴുവൻ ഫ്ലെക്സ് ബോർഡ് അടിച്ച് അതിൽ നിന്ന് PR വർക്ക് നടത്തി ആഗോള അയ്യപ്പ സംഗമം നടത്തി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ച ആളുകൾ ഇപ്പോൾ ആരെയും കാണാനില്ല. കട്ടവരെ കാണാനില്ല. ഇപ്പോൾ ആർക്കും പങ്കില്ല എന്താ പറയണം. പിന്നെ ഇത് ആരാ നടത്തിയത്? ഇത് ഞങ്ങളാണ് നടത്തുന്നത്. ആഗോള അയ്യപ്പ സംഗമം അയ്യപ്പ വിശ്വാസികൾക്ക് വേണ്ടി, അയ്യപ്പ ഭക്തർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ നടത്തുന്ന ശബരിമലയെ അങ്ങോട്ട് പുനരുദ്ധരിക്കും, ശബരിമലയിൽ മാറ്റമുണ്ടാക്കും, അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കും, ഇതൊരു വലിയൊരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റും എന്നെല്ലാം അവകാശപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ആഗോള അയ്യപ്പ സംഗമം നടത്തിയവർ അവിടെ നടന്ന കൊള്ളയുടെ കഥകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കൊള്ളയുടെ കഥകൾ. ഇല്ലാത്ത ആളുകളുടെ പേരിൽ ഭക്ഷണം കൊടുത്തു എന്ന് പറഞ്ഞും താമസ സൗകര്യം കൊടുത്തു എന്ന് പറഞ്ഞും മാത്രമല്ല അവിടെ വന്ന ആളുകൾക്കെല്ലാം VIP പരിഗണനയാണ് കൊടുത്തത്. അത്രയും വലിയ ഫെസിലിറ്റീസാണ്. 5 സ്റ്റാർ ഹോട്ടലുകളിലാണോ അവരെ താമസിപ്പിച്ചത്? 5 സ്റ്റാർ ഭക്ഷണമാണോ അവിടെ കൊടുത്തത്? അവിടെ നടന്ന പരിപാടി എന്താണ്? അവിടെ ഗാനമേള നടത്തി എന്ന് പറഞ്ഞ് ബില്ല് എഴുതിയെടുത്തിരിക്കുക. എന്നിട്ട് അവസാനം ഗാനമേളക്കാർ പറഞ്ഞ് ഞങ്ങൾ നടത്തിയിട്ടില്ല. ഇതിൻ്റെ പേരിലൊക്കെ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. ദേവസ്വം ബോർഡ് ഗവൺമെൻറ്റിന് പങ്കുണ്ട്. കാരണം സർക്കാരിൻ്റെ പിന്തുണയോടുകൂടിയാണ് ദേവസ്വം ബോർഡ് അത് നടത്തിയത്. ഈ സർക്കാർ നടത്തിയ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റും അന്നത്തെ അംഗങ്ങളും എന്ന് പറയുന്നത്. ഇവരെല്ലാവരും കൂടി ചേർന്ന് നടത്തിയതാണ്. പല സ്ഥലത്തും ആൾ കുറവായിരുന്നിട്ട് സഹകരണ വകുപ്പിലെ ജീവനക്കാരെയാണ് ദേവസ്വം മന്ത്രി, അദ്ദേഹം സഹകരണ വകുപ്പിൻ്റെ ചുമതല കൂടിയുണ്ട്, സഹകരണ വകുപ്പിലെ ജീവനക്കാരെ കൂടിയാണ് അവിടെ ഈ കാണികളായിട്ട് കൊണ്ടുപോയി ഇരുത്തിയത്. ആളുകൾ വരാതിരുന്നിട്ട്, പലരും സഹകരിക്കാതിരുന്നിട്ട്. അപ്പം അതിൻ്റെ പേരിലും ഇത്രയും വലിയ തട്ടിപ്പ് നടത്തി. കിടക്കയുടെ പേരിൽ വരെ തട്ടിപ്പ് നടത്തി. ഇത് പണ്ട് കൊല്ലത്ത് ഒരു കോർപ്പറേഷൻ പരിപാടി നടത്തിയപ്പോൾ കുതിരയെ കൊണ്ടുവന്നു എന്ന് കണക്കെഴുതി. കുതിരയെ കൊണ്ടുവന്ന വാഹനത്തിൻ്റെ നമ്പർ എഴുതി. അത് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് പരിശോധിച്ചപ്പോൾ കുതിരയെ കൊണ്ടുവന്ന വാഹനം മാരുതി കാറായിരുന്നു. മാരുതി കാറിൽ കുതിരയെ കൊണ്ടുവരാൻ പറ്റുമോ? അത്രയും ബിരുദന്മാരാണ് ഇവർ. മാരുതി കാറിൽ കുതിരയെ കൊണ്ടുവന്നെന്ന് പറഞ്ഞ് കണക്കെഴുതി വാഹനത്തിൻ്റെ കാശെഴുതി മേടിച്ച ആളുകളെ പോലെയാണ് ഇവരിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. എല്ലാം പരസ്പര വിരുദ്ധമായിട്ടുള്ള കണക്കുകളാണ്. നിങ്ങൾ ഹൈക്കോടതിയിൽ അവതരിപ്പിച്ച കണക്കിലാണ് ഈ തട്ടിപ്പ് മുഴുവൻ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLAക്ക് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി നിയമസഭയിൽ കൊടുത്ത കണക്ക് ഇതിനൊക്കെ ന്യായീകരിക്കുന്നതാണ്. അതുമായി പരസ്പര ബന്ധമില്ലാത്ത കണക്കാണ് ഹൈക്കോടതിയിൽ കൊടുത്തത്. ഹൈക്കോടതിയിൽ കൊടുത്ത ഒരു കണക്കും തമ്മിൽ യോജിക്കുന്നില്ല. അയ്യപ്പൻ്റെ പേരിൽ വേണോ ഈ തട്ടിപ്പ്? എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളതാണ്. അങ്ങായിരുന്നു ഇതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി ശ്രമിച്ചത്. അയ്യപ്പൻ്റെ ചിത്രത്തേക്കാൾ 3 ഇരട്ടി വലിയ ചിത്രമാണ് അങ്ങയുടെ ചിത്രം ഫ്ലെക്സിൽ മുഴുവൻ കേരളത്തിൽ വെച്ചിരുന്നത്. അയ്യപ്പനെ കാണാനുണ്ടായിരുന്നില്ല ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഹോർഡിങ്സിൽ. ശരിക്ക് അത്രയും വലിയ ചിത്രമാണ് മുഖ്യമന്ത്രിയുടെ വച്ചിരുന്നത്. എന്നിട്ടിപ്പോൾ എല്ലാവരും ദേവസ്വം മന്ത്രി അടക്കം എല്ലാവരും കൈകഴുകി പോയാൽ ഈ കോടികൾ കൊള്ളയടിച്ചതിന് ആര് ഉത്തരവാദിത്വം പറയും? കോടികളാണ് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ കൊള്ളയടിച്ചത്. അതിന് കണക്ക് പറഞ്ഞേ മതിയാവൂ. ആരാണ് അതിന് ഉത്തരവാദിയെങ്കിലും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നേ മതിയാവൂ. ഈ കൊള്ള തുടരുകയാണ്. 2019 കൊള്ള നടത്തി, 2024 കൊള്ള നടത്താൻ ശ്രമിച്ചു. അതിൻ്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ ഇത്രയും വലിയ ഒരു വിഷയമുണ്ടായി കേരളം മുഴുവൻ നിൽക്കുന്ന സമയത്താണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ നടത്തിയ തട്ടിപ്പ്. അത് ഗൗരവതരമായി അന്വേഷിക്കണം. സർക്കാരിന് അതിനകത്ത് പൂർണ്ണമായ ഉത്തരവാദിത്വമുണ്ട്. അന്നത്തെ ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്വമുണ്ട്. ആരും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കേണ്ട. ഇന്നലെ നമുക്കൊരു വേദനാജനകമായ ഒരു കാര്യമാണ്. ഒരു കാർ ആക്സിഡൻറ്റിൽ 10 മാസം മാത്രം പ്രായമുള്ള അൽറീന എന്ന് പറയുന്ന കൊച്ചുകുട്ടി മരണപ്പെട്ടത്. പക്ഷേ ആ കുടുംബം ആ ദുഃഖത്തിൽ, ഏകപുത്രിയുടെ വിയോഗത്തിലും അതിൻ്റെ സങ്കടവും വിഷമവും ഒക്കെ ഒരു കുടുംബത്തിനും താങ്ങാൻ വയ്യാത്തതാണ് ഒരു കൊച്ചു കുഞ്ഞ് ഏകപുത്രി പോകുന്നത്. എങ്കിലും ആ മാതാപിതാക്കൾ ആ സമയത്ത് മസ്തിഷ്ക മരണം സംഭവിച്ച കുട്ടിയുടെ അവയവങ്ങൾ 4 കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി
അത് കൊടുത്തു എന്ന് പറയുന്നത് വളരെ അഭിനന്ദനാർഹമാണ്. ഞാൻ ആ മാതാപിതാക്കളെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. അവരുടെ സങ്കടത്തിൽ പങ്കുചേരുന്നു. അവർ പറഞ്ഞത് ഞങ്ങൾക്കിനി 4 മക്കൾ കൂടി ഉണ്ടായി എന്നുള്ള ഒരിതാണ്. ഇത് നമ്മുടെ സമൂഹത്തിന് നൽകുന്നത് വലിയൊരു മെസ്സേജാണ്. നമ്മളെല്ലാം സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ, സ്വന്തം കാര്യം മാത്രം നോക്കുന്നതിനിടയിൽ ഏറ്റവും വലിയൊരു ദുഃഖം, ഒരു കുടുംബത്തിൽ ഇതിനേക്കാളും വലിയൊരു ദുഃഖം വരാനില്ല. ആ ദുഃഖം വന്ന സമയത്ത് പക്വതയോടുകൂടി, മനസാന്നിധ്യത്തോടുകൂടി അത് മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് കൂടി പ്രയോജനപ്പെടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ കുടുംബമെടുത്ത തീരുമാനം നമുക്കെല്ലാവർക്കുമുള്ള, എല്ലാ മനുഷ്യർക്കുമുള്ള ഒരു സന്ദേശമാണ് എന്ന് ഞാൻ പ്രത്യേകം പരാമർശിക്കാൻ ആഗ്രഹിക്കും. ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ പറഞ്ഞ കണക്കും തമ്മിൽ അന്തരമുണ്ട്. ഹൈക്കോടതിയാണ് പറഞ്ഞത് ഇതൊന്നും യോജിക്കുന്നില്ല. ഹൈക്കോടതിയാണ്, നമ്മളാരുമല്ല, ഹൈക്കോടതിയുടെ അഭിപ്രായമാണ്. ഹൈക്കോടതി കണക്കുകളിൽ, വരവ് ചെലവ് കണക്കുകളിൽ വൻ പൊരുത്തക്കേടെന്ന് ഹൈക്കോടതി. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കരാർ നൽകിയത് ടെൻഡർ നടപടികൾ പാലിക്കാതെ. വീട്ടിലെ പരിപാടിയൊന്നും അല്ലല്ലോ, നമ്മുടെ വീട്ടിലെ കല്യാണമൊന്നും നടത്തിയതല്ലോ, പബ്ലിക് ഫണ്ട് കൊണ്ട് ചെയ്ത കാര്യമാണ്. പബ്ലിക് ഫണ്ട് കൊണ്ട് ചെയ്യുമ്പോൾ അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. ടെൻഡർ നടപടിയില്ലാതെ ഇഷ്ടക്കാർക്ക് പന്തൽ പണിയാൻ കൊടുത്തു. നമ്മുടെ വീട്ടിലെ കല്യാണമാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം, ടെൻഡറൊന്നും വെക്കണ്ട, നാട്ടുകാരുടെ പൈസ അല്ലേ. ബില്ലും സാധനങ്ങളും തമ്മിൽ പൊരുത്തക്കേട്. പരിപാടിക്ക് എത്തിയവർക്ക് പ്രസാദം നൽകിയതിന് കണക്കില്ല. 150 കിടക്കകൾ വാങ്ങിയതിൽ 50 എണ്ണം കാണാനില്ല. ദേവസ്വം ബോർഡിൽ നിന്നും എടുത്ത 2 കോടി തിരിച്ചടച്ചില്ല. ഒരു പൈസ ദേവസ്വം ബോർഡിൽ നിന്ന് എടുക്കില്ല, എടുക്കുന്ന പൈസ തിരിച്ചടയ്ക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. കോടതിക്ക് കൊടുത്തിരുന്ന ഉറപ്പ്. ക്രമക്കേടുകൾ പ്രഥമ ദൃഷ്ട്യാ ഗുരുതരമായ സാമ്പത്തിക അച്ചടക്കമില്ലായ്മയാണെന്ന് കോടതി. GST ഇനത്തിലും പ്രശ്നം. ഇൻപുട്ട് ക്രെഡിറ്റിന് ബോർഡിന് അർഹതയുള്ളത് 1.07 കോടിക്ക്. റിട്ടേണിൽ കാണിച്ചിരിക്കുന്നത് 45.76 ലക്ഷം മാത്രം. 61 ലക്ഷത്തോളം രൂപ ബോർഡിന്റെ ഫണ്ടിലേക്ക് വകയിരുത്തിയിട്ടുണ്ടോ എന്നത് വ്യക്തതയില്ല. 2.80 ലക്ഷത്തിന്റെ കേബിളിംഗ് വർക്കുകൾ ബില്ലിൽ, എന്നാൽ അത് നടന്നതായി സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല. ഈ അയ്യപ്പ സംഗമത്തിന്റെ ഫണ്ട് വിനിയോഗം സംബന്ധിച്ച് കോടതിയുടെ കർശനമായ നിർദ്ദേശം ഉണ്ടായിരുന്നു. കോടതിയെ കബളിപ്പിക്കാൻ വേണ്ടി ഇപ്പം നടത്തിയത് കള്ളക്കണക്കാണ്. ഈ വിശദീകരണത്തിനൊരു കാര്യമില്ല. കോടതി തന്നെ കോടതിയുടെ മുമ്പിലുള്ള കണക്ക് വെച്ചുകൊണ്ട് കോടതി എന്നോട് പറഞ്ഞിരിക്കുന്നത് കോടികളാണ് ഇതിൻ്റെ അകത്തുനിന്ന് അടിച്ചു മാറ്റിയിരിക്കുന്നത്. ഒരുപാട് സ്പോൺസർഷിപ്പ് എന്ന പേരിൽ കള്ളപ്പിരിവ് നടന്നിട്ടുണ്ട്. ഇതിൻ്റെ പുറയിൽ കള്ളപ്പിരിവ് നടന്നിട്ടുണ്ട്. അയ്യപ്പൻ്റെ ആഗോള സംഗമം എന്ന് പറയുമ്പോൾ ഭക്തരായിട്ടുള്ള ആളുകളൊക്കെ പലരും ലക്ഷങ്ങളും കോടികളും ഒക്കെ കൊടുക്കും. അതിൻ്റെ ഒന്നും കണക്കില്ല. പൈസ കളക്ട് ചെയ്തതിൻ്റെ കണക്കില്ല, സ്പോൺസർഷിപ്പിൻ്റെ കണക്കില്ല, സാധനങ്ങൾ വാങ്ങിച്ചതിൻ്റെ കണക്കില്ല. 4000 പേർക്ക് പ്രഭാത ഭക്ഷണം, 5000 പേർക്ക് ഉച്ചഭക്ഷണം, 3000 പേർക്ക് രാത്രി ഭക്ഷണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അത്രയും പേരൊന്നും ഈ പരിപാടി പങ്കെടുത്തിട്ടില്ല. അവിടെ മാധ്യമ പ്രവർത്തകരോട് ചോദിച്ചാൽ അറിയാലോ. അല്ലല്ല, അദ്ദേഹത്തിന് അതിനകത്ത് ഉത്തരവാദിത്തമില്ലല്ലോ. അദ്ദേഹം അതിന് ശേഷം വന്ന ബോർഡ് പ്രസിഡന്റ് അല്ലേ. അതിന് മുമ്പുണ്ടായിരുന്നവരാണല്ലോ ഇത് നടത്തിയത്. അതാണ് ഞാൻ പറയുന്നത്, കൈ കഴുകി ഒഴിഞ്ഞു മാറുക എന്നതിനാണുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. എന്നാൽ പിന്നെ എന്തിനാ ആഗോള അയ്യപ്പ സംഗമത്തിന് മുഖ്യമന്ത്രിയുടെ ചിത്രം വെച്ചത്? PR വർക്കായിരുന്നല്ല മുഴുവൻ. ഗവൺമെന്റ് ആണല്ലോ ഞങ്ങളാണിത് നടത്തുന്നത് എന്ന് പറഞ്ഞത് അല്ലേ. ആ സമയത്ത് മുഴുവൻ ആഗോള അയ്യപ്പ സംഗമം നടത്തി അയ്യപ്പ ഭക്തരെ മുഴുവൻ കയ്യിലെടുക്കാൻ വേണ്ടി നടത്തിയ ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഭയങ്കര അവകാശവാദങ്ങളായിരുന്നല്ലോ. ഭയങ്കര അവകാശവാദങ്ങൾ. യോഗി ആദിത്യനാഥിന്റെ പ്രസംഗം വായിക്കൽ എന്തൊക്കെയായിരുന്നു ആ സംഗമ വേദിയിൽ നടന്നത്? രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി നടത്തിയ ഒരു പരിപാടിയുടെ പരിസമാപ്തിയാണ് ഈ കാണുന്നത്. ഇപ്പൊ കൈ കഴുകി രക്ഷപ്പെടാൻ പറ്റില്ല. ഗവൺമെന്റിനും അതിൽ പങ്കുണ്ട്, CPM-നും ഉണ്ട്. കാരണം CPM പൊളിറ്റിക്കലായിട്ട് വെച്ച അപ്പോയിന്റ് ചെയ്ത ദേവസ്വം ബോർഡാണത്. പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ്. എല്ലാം പൊളിറ്റിക്കലായിട്ട് പശ്ചാത്തലമുള്ള ആളുകളാണ്. അവർക്കൊക്കെ പങ്കുണ്ട്. 2024-ൽ 2019-ൽ ദ്വാരപാലക ശില്പം കൊണ്ടുപോയി കോടീശ്വരന് വിറ്റ ആളുകൾ, സ്വർണം പൊതിഞ്ഞ ആളുകൾ, അത് ആരും കണ്ടില്ല എന്ന് കണ്ടപ്പോൾ 2024-ൽ വീണ്ടും കക്കാൻ ശ്രമിച്ചു എന്നാണ് കോടതി പറഞ്ഞത്. കോടതി പറഞ്ഞത് ഫേക്ക് അർജൻസി ഉണ്ടാക്കി വീണ്ടും സ്വർണം പൂശാൻ 2024-ൽ ശ്രമിച്ച ആളുകളാണ് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. അന്ന് കോടതി കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ വീണ്ടും കൊണ്ടുപോയി അത് വിറ്റേന്. 2024-ൽ ഫേക്ക് അർജൻസി എന്നാണ് കോടതി പറഞ്ഞത്. ഇല്ലാത്ത വ്യാജമായ ഒരു അടിയന്തര സാഹചര്യം ഉണ്ടാക്കി ഇത് വീണ്ടും വിൽക്കാൻ, വീണ്ടും സ്വർണം കളവ് നടത്താൻ ശ്രമം നടത്തി. അപ്പോഴാണ് കോടതി പിടിച്ചത്. അതിന് നേതൃത്വം കൊടുത്ത അതേ സംഘമാണ്
ഈ ആഗോള അയ്യപ്പ സംഗമം. അതുകൊണ്ടാണ് ഞങ്ങൾ മന്ത്രി വാസവൻ രാജിവെക്കണമെന്ന് പറഞ്ഞത്. ഞങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും സമരം നടത്തിയത്. UDFും പ്രതിപക്ഷം നടത്തിയ സമരത്തിൻ്റെ കാരണങ്ങൾ ഞങ്ങൾ പറഞ്ഞല്ലോ. അതിനെ അടിവരയിടുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ തട്ടിപ്പിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഇത് അമ്പലക്കള്ളന്മാരാണ്, ദൈവത്തിൻ്റെ മുതൽ കക്കാൻ വന്നിരിക്കുന്നവരാണ്. ആ സംഗമത്തിൻ്റെ പേരിൽ നടത്തിയ സ്പോൺസർഷിപ്പുകളും കള്ളപ്പിരിവുകളും അതിനെ സംബന്ധിച്ചൊന്നും ഒരു കണക്കുമില്ല. കോടികളാണ് ഇതിൻ്റെ പേരിൽ പിരിച്ചെടുത്തിരിക്കുന്നത്, ചെലവാക്കിയിട്ടില്ല. പുറത്തു വന്ന കണക്കൊക്കെ എസ്റ്റിമേറ്റ് മാത്രമാണ്, ശരിക്കുള്ള കണക്കല്ല. അതുപോലെ തന്നെ ഇത് സംബന്ധിച്ച് എല്ലാ അന്വേഷണവും നടക്കട്ടെ. അല്ല, സർക്കാരിന് ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദൻ മാഷ് പിന്നെ എന്തിനാണ് ഇതിനെ പ്രതിരോധിക്കുന്നത്? ഇപ്പം ഈ പറഞ്ഞതിൽ രണ്ടുമുണ്ട്, ഒരു വൈരുദ്ധ്യമുണ്ട്. ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല. അത് കുറ്റവാളികളാകട്ടെ എന്ന് പറഞ്ഞിട്ട് ഇത് എസ്റ്റിമേറ്റ് ആണെന്ന് പുള്ളിക്ക് എങ്ങനെ അറിയാം? അദ്ദേഹത്തിന് എങ്ങനെ അറിയാം ഇത് എസ്റ്റിമേറ്റ് ആണ് എന്ന് അദ്ദേഹത്തിന് എങ്ങനെ അറിയാം? കോടതിയാണ് പറഞ്ഞത്. ഹൈക്കോടതി പറഞ്ഞതിനെ പറ്റിയായിരുന്നല്ലോ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് വർത്തമാനം. ഹൈക്കോടതിയാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ യാതൊരു പങ്കുമില്ലാത്ത ഒരാൾ ഇത് എസ്റ്റിമേറ്റ് ആണെന്ന് പറയുന്നതിലെ കാര്യം എന്താ? അതാണ് ഞാൻ പറഞ്ഞത്. CPM-ന് പങ്കുണ്ട്. മുഖ്യമന്ത്രിക്ക് ഒരു ദിവസം അവിടെ രാത്രി തങ്ങാൻ വേണ്ടി 2 ലക്ഷത്തോളം രൂപ ബെഡിലും കട്ടിലും സോഫയ്ക്കൊക്കെ ചെലവാക്കിയിട്ടുണ്ടാവും. ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി. അല്ല, അത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഈ ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അറിയാത്തൊരു കാര്യം ഞാൻ മുഖ്യമന്ത്രിയെക്കുറിച്ചും ആരോപണം ഉന്നയിക്കില്ല. എനിക്കറിയില്ല അത് സംബന്ധിച്ചുള്ള മുഖ്യമന്ത്രിക്ക് വേണ്ടി 2 ലക്ഷം രൂപ അവിടെ മുടക്കിയോ ഇല്ലയെന്ന് എനിക്കറിയില്ല. അത് വാർത്തകൾ വരുന്നുണ്ട്, എനിക്കറിയില്ല. ഞാനിവിടെ പറഞ്ഞത് ആധികാരികമായിട്ടാണ്. അത് കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റത് വരട്ടെ, പുറത്തു വരട്ടെ. അല്ലാതെ എന്നെ പോലെ ഒരാൾ വിവരങ്ങളില്ലാതെ, എൻ്റെ കയ്യിലൊന്നുമില്ല, വിവരങ്ങളില്ലാതെ ഞാൻ പറയില്ല. മുഖ്യമന്ത്രിക്കെതിരായിട്ട് ആരോപണം ഉന്നയിക്കില്ല. വിവരങ്ങളുണ്ട്, ഞാൻ പറയും, അടുത്ത ദിവസം പറയും. പക്ഷെ മുഖ്യമന്ത്രിക്ക് ഇതിൽ പങ്കുണ്ട്. കാരണം മുഖ്യമന്ത്രി ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കണ്ടേ? ഈ ആഗോള അയ്യപ്പ സംഗമം ആരുടെ ഐഡിയയാണ്, ആരുടെ ആശയമാണ്? അത് രാഷ്ട്രീയമായ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്താൻ പോയ ഒരു അഭ്യാസമാണ്. മനസ്സിലായല്ലേ? സർക്കാർ റെസ്പോൺസിബിൾ ആണെങ്കിലും കൊടിമര കൈമാറ്റം വാജിബാന ഇടപാടിലൊക്കെ അന്നത്തെ ദേവസ്വം ബോർഡിനും അന്നത്തെ UDFിന്റെ നിയമനത്തിനും ബാധിച്ചില്ലേ? അന്നത്തെ ഹൈക്കോടതി കേൾപ്പിച്ചു തരാം. അന്നത്തെ ഹൈക്കോടതിയാണ് ഈ കാര്യത്തിന് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തോടു കൂടിയാണ്. സ്വർണം കട്ടപ്പോൾ ഹൈക്കോടതി അറിഞ്ഞിട്ടില്ല, ദേവസ്വം മാനുവൽ പോലും ഇല്ല. മറ്റത് കൊടിമരം ശരിയാക്കാൻ വേണ്ടി പറഞ്ഞത് ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടിയാണ്. ഹൈക്കോടതി എന്നിട്ട് അഡ്വക്കേറ്റ് കമ്മീഷണറെ വെച്ചു. അഡ്വക്കേറ്റ് കമ്മീഷണറുടെ സാന്നിധ്യത്തിലാണ് എല്ലാ കാര്യം നടന്നത്. ഹൈക്കോടതി വെച്ച അഡ്വക്കേറ്റ് കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിനെ അഭിനന്ദിച്ചു. ഹൈക്കോടതി അവിടെ നടന്ന കാര്യങ്ങളെയും, ദേവസ്വം ബെഞ്ചാണ് അന്നത്തെ, അവിടെ നടന്ന കാര്യങ്ങളെയും ഈ ഹൈക്കോടതി വെച്ച അഡ്വക്കേറ്റ് കമ്മീഷനെയും അനുമോദിച്ചുകൊണ്ടുള്ള ജഡ്ജ്മെന്റ് ഉണ്ട് ഹൈക്കോടതിയുടെ, കൃത്യമായിട്ടുണ്ട്. ഉണ്ട്, അതിട്ടോട്ടെ. അല്ലെന്നേ, അത് അന്ന് ചെയ്താണെന്ന്, അന്ന് ഹൈക്കോടതി നേരിട്ട് ചെയ്താണ്. അതെനിക്കറിയില്ല, അത് വരട്ടെ, അന്വേഷിക്കട്ടെ. സംശയം ഉണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ എന്ന്. അതിനൊന്നും എന്താ കുഴപ്പം? അത് വരട്ടെ. ജയിലിലൊന്നും പോയിട്ടില്ലല്ലോ അവരാരും. ഞാൻ ചോദിക്കുന്നത്, മൂന്ന് ഉന്നതരായ CPM നേതാക്കന്മാർ ജയിലിൽ കിടക്കാണ് അയ്യപ്പന്റെ സ്വർണം കട്ടതിന്. അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ മുന്നിലുള്ള ദ്വാരപാലക ശില്പം കൊണ്ടുപോയി ഒരു കോടീശ്വരന് വിറ്റ് കോടികൾ കൈക്കലാക്കിയ 3 CPM നേതാക്കൾ ജയിലിൽ കിടക്കുക. അവർക്കെതിരെ ഒരു അച്ചടക്ക നടപടി പോലും എടുക്കാത്ത പാർട്ടിയാണ് CPM. ഒരു അവകാശവാദവും വേണ്ട. രക്തസാക്ഷി ഫണ്ട് കട്ടുവെന്ന് ചൂണ്ടിക്കാണിച്ച പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിയെടുത്ത്, കളവ് ചൂണ്ടിക്കാണിച്ച ആളെ കട്ടവര് ജയിലിൽ കിടക്കുകയാണ്. അവർക്കെതിരായി ഒരു നടപടി എടുത്തില്ല. ഹൈക്കോടതിയാണ് പറഞ്ഞത്, മനോഹരമായ ദ്വാരപാലക ശില്പം കൊണ്ടുപോയി ഒരു കോടീശ്വരന് വിറ്റിട്ട് വ്യാജം ഒരെണ്ണം ചെമ്പിലുണ്ടാക്കിയിട്ട് അതുമ്പോൾ സ്വർണം പൂശി അവിടെ കൊണ്ട് വച്ചിരിക്കുക. അത്രയും വലിയ മോഷണമാണ് ശബരിമലയിൽ നടന്നത്. എന്നിട്ടും നിർത്തിയിട്ടില്ല. എന്നിട്ട് ആഗോള അയ്യപ്പ സംഗമം എന്നുള്ളതിൻ്റെ പേരിൽ അതിലടിച്ചു മാറ്റും. അപ്പിയന്മാർ എന്തുമാത്രം ചെയ്തു കാണും അവിടെ? അതിന് മറുപടി പറയണം. അല്ലാതെ കോടതിയാണ്. കാരണം ഹൈക്കോടതിക്ക് ദേവസ്വം ഈ ശബരിമലയിലെ കാര്യത്തിൽ ഒരു നിയന്ത്രണമുണ്ട്, സെപ്പറേറ്റ് ബെഞ്ചുണ്ട്. അപ്പോൾ അവർ പറഞ്ഞല്ലോ ക്രമക്കേടില്ലെന്ന് പറയുമ്പോൾ, ഞാൻ അതുകൊണ്ട് ഹൈക്കോടതി അന്വേഷിക്കണമെന്നല്ല പറഞ്ഞത്. അത് ആ വാർത്ത അങ്ങനെ വന്ന് ഹൈക്കോടതി അന്വേഷണത്തിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ്. കോടതി തന്നെയാണ് ഉത്തരവിടുന്നത്. ചെയ്യുമായിരിക്കും, ചെയ്തു. Thank you.